ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ രാവിലെ തന്നെ തുറുപ്പിൻ്റെ അടുത്തോട്ട് പോയി അവനെ വന്നിട്ടൊന്ന് കൊഞ്ചിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യം കൊഞ്ചിക്കാൻ ചെന്നെങ്കിൽ ആൾക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്നെ ഞാൻ തിരിച്ചു പോയപ്പോൾ വിളിച്ചങ്ങോട്ട്. അപ്പോൾ വിളിച്ച് ഞാൻ ചെന്ന് കൊഞ്ചിക്കാൻ നിന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ നിന്നൊക്കെ നിന്നു. ഇവൻ ഇങ്ങനെ തിരുമാന്നേരം ഇങ്ങനെ തല വിളിച്ചിരിക്കുമ്പോൾ കറക്റ്റ് ആട്ടിൻകുട്ടിയുടെ കൂട്ടിരിക്കും. കറക്റ്റ് ആട്ടിൻകുട്ടിയുടെ കൂട്ട് തന്നെയില്ലേ. അപ്പോൾ അവനെ കുറച്ച് നേരം കൊഞ്ചിച്ചു. പിന്നെ നമുക്ക് ഇവിടെ ഒരു കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുളം എങ്ങനെയുണ്ട്, ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയി. അപ്പോൾ വേറൊരു പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അടുത്തോട്ട് എന്നെ വരാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ ഇല്ലാത്തപ്പോഴാണ് എന്നെ വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാനുമായിട്ട് അത്ര ഇണക്കത്തിലല്ല. അപ്പോൾ കുളത്തിൻ്റെ അടുത്തോട്ട് ചെന്ന സമയത്ത് കഠിനമായ വേനൽ കാരണം വെള്ളം ഫുള്ള് വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. തീരെ വെള്ളമില്ലായിരുന്നു. അത് ചെറിയ രീതിയിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ ഒരു അളവ് വരെ വെള്ളം ഉണ്ടായിരുന്നേ. ഇപ്പം മൊത്തത്തിൽ വറ്റിപ്പോയി. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഞാൻ ഒരു വിളി കേട്ടത്, മാങ്ങയുണ്ട് എടുത്ത് പൂളി തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ മൂവാണ്ടനും ഉണ്ടായിരുന്നു, തത്തച്ചുണ്ടനും ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് തത്തച്ചുണ്ടനാണ്. അങ്ങനെ ഞാൻ ഒരു തത്തച്ചുണ്ടൻ മാങ്ങ എടുത്തു. ഫസ്റ്റ് ഇത് കഴിക്കുന്നതിന് മുന്നേ കഴുകണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചൊന എന്തോ പറയുന്നത്, ആ സാധനം കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പോൾ നല്ല രീതിയിൽ ആ മാങ്ങയും കാളൊക്കെ കഴുകി ഇനി ഞാൻ പോയിട്ട് ഇതിൻ്റെ തൊലിയും കാളൊക്കെ ചെത്തിയിട്ട് വരാം. വേറെ ട്രൈപ്പോഡോ ക്യാമറ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലക്കുകല്ലിൽ ചാരി വെച്ചാണ് മാങ്ങ കഴുകുന്നത്. അങ്ങനെ അതിൻ്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മാങ്ങയൊക്കെ പൂളി തിന്നുന്നതിനേക്കാൾ ഇങ്ങനെ തൊലി ഫുള്ളായിട്ട് നല്ല രീതിയിൽ കളഞ്ഞിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോഴാണ് ആ ഒരു സുഖവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇതിലും ടേസ്റ്റാണ്. ഞാൻ എൻ്റെ അറിവില്ല, കിട്ടാവുന്നതിൽ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങയാണ് തത്തച്ചുണ്ടൻ മാങ്ങ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തത്തച്ചുണ്ടൻ മാങ്ങ. നിങ്ങളുടെ ഫേവറേറ്റ് മാങ്ങ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കടിച്ച് തിന്നുമ്പോഴത്തെ സുഖമൊന്നും വേറെ തന്നെയാണ്. കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ കാണുന്ന ഏതോ ഒരു വേട്ടാവളിന് എന്നെ കണ്ണ് വെച്ചായിരുന്നു തോന്നുന്നു. എൻ്റെ നെറുകെ കയറി മാങ്ങാൻ കുറച്ച് നേരം ഞാൻ അടിച്ചങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ വേറെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവാണ്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാം. ആരും കണ്ണൊന്നും വെക്കരുത്. എനിക്ക് വയറിളകി കിടക്കാൻ വേണ്ടിയിട്ട് വയ്യ, കമ്പനി പോകേണ്ടതാണ്. അപ്പോൾ മൂവാണ്ടൻ ഇരിപ്പുണ്ട്. വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാങ്ങയും കാലൊക്കെ ഞാൻ കഴിച്ച് തീർത്തു. മാങ്ങാണ്ടി മാത്രമാക്കി. അപ്പോൾ ഈ ഒരു മാങ്ങാണ്ടി ഞാൻ കുഴിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു. കാരണം ഇനിയും മാങ്ങയും കാലൊക്കെ കഴിക്കണ്ടേ. നമ്മുടെ കുളത്തിൻ്റെ ആ സൈഡിലൊരു മാവുണ്ട്. അപ്പോൾ ഈ സൈഡിലൊരു മാവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ആദ്യം കുഴിക്കാൻ നോക്കിയെങ്കിലും മണലെല്ലാം നല്ല ഉറച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ചൊന്ന് മാന്തിയിട്ട് മാങ്ങാണ്ടി അവിടെ വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കുറേ മണ്ണും കാര്യങ്ങളൊക്കെ വാരിയിട്ട് അതവിടെ അടിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. കിളിക്കും, അടുത്ത മഴയ്ക്ക് കിളിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ കുഴിച്ച് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള പരിപാടി. വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ക് കാണാനൊക്കെ കൂടിപ്പോയി. പക്ഷേ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.